ലോകമെമ്പാടും സഞ്ചരിച്ച് കേരളത്തിൻ്റെ മാറ്റത്തെ അവരെ ധരിപ്പിച്ച് രാജ്യത്തിൽ തന്നെ കേരളത്തിന് വന്നിട്ടുള്ള 1-ാം നമ്പർ സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മികവോടെയാണ് വേണ്ട പരിപാടികളെല്ലാം ചെയ്ത് ഹോംവർക്ക് ചെയ്ത് കേരളം അങ്ങനെ കേരള സമ്മിറ്റ് എന്ന ആഗോള നിക്ഷേപക സംഗമത്തിലേക്ക് പോവുകയാണ്. സാലി, മറ്റൊരു സവിശേഷതയുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് തുടർച്ചയായി സർക്കാർ പരിപാടികൾ ബഹിഷ്കരിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കും. വളരെ പോസിറ്റീവാണ്, നമുക്ക് പോസിറ്റീവായി തന്നെ കാണാം. പക്ഷേ അതൊരു തരത്തിൽ പൊളിറ്റിക്കലി പറഞ്ഞാൽ അതൊരു നിസ്സഹായ അവസ്ഥയാണ്. കാരണം പ്രതിപക്ഷം എത്രമാത്രം വിരുദ്ധമായ നിലപാടെടുത്താലും നിശ്ചയദാർഢ്യത്തോടെ ഒരു ഭരണകൂടം മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഒരു സർക്കാരും ഒക്കെ തന്നെയാണുള്ളത് എന്ന് ബോധ്യം. മാത്രമല്ല, പബ്ലിക്കിന് ഈ ബഹിഷ്കരണത്തോടൊന്നും താല്പര്യമില്ല. പുതിയ തലമുറ എന്നൊക്കെ പറയുന്നത് എല്ലാം സഹവർത്തിത്വവും സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന നിലപാടുകാരാണ് യൂത്ത്. അപ്പോൾ ആ ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പിന്നിൽ പോകുന്നു എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നുള്ള പ്രശ്നം. കാരണം പുതിയ തലമുറ വികസനത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ച, രാഷ്ട്രീയ വിയോജിപ്പുകൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ നാടിന്റെ മാറ്റം, അതിനൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അത് തർക്കമറ്റ സംഗതിയാണ്. അല്ല, പാർട്ടിസിപ്പേഷനേ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിരുത്തരവാദപരമായ സമീപനം. അതിൽ നിന്ന് അവർ മാറി എന്നുള്ളത് പോസിറ്റീവായ ഒരു ആംഗിൾ ഇപ്പോൾ ഉണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത് ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, കേരളത്തിൻ്റെ ഈ വ്യാവസായിക അന്തരീക്ഷത്തിൽ വന്ന മാറ്റം, കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ ആഗോളതലത്തിലെ വളർച്ച, ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, കേരളത്തിന് ലഭിച്ച അംഗീകാരം, ഇതിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാൻ തൽപരനായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യമുണ്ട്. തരൂര് ആ നിലയിൽ അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ മാറ്റത്തെ പബ്ലിക്കുമായി ഷെയർ ചെയ്തപ്പോൾ, യൂത്തുമായി ഷെയർ ചെയ്തപ്പോൾ അതിനോട് വിയോജിച്ച ലീഡർഷിപ്പാണ്. വിയോജിച്ചു. പക്ഷേ എങ്ങനെ വിയോജിക്കണം, ഏത് തരത്തിൽ വിയോജിക്കണമെന്നുള്ള ആശയങ്ങളും വലിയ തോതിൽ പ്രതിപക്ഷ നിരയിലുണ്ടായി. ഇപ്പോഴും സ്കോർ ചെയ്ത വിഷയത്തിൽ തരൂര് തന്നെയാണ്. ഇവർക്കൊന്നും മനസ്സിലാകാത്തത്, ഒരു പ്രായം കഴിഞ്ഞ രാഷ്ട്രീയക്കാരുടെ മനസ്സോ ചില മാധ്യമപ്രവർത്തകരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കോ അപ്പുറം ഒരു യൂത്ത് ഇവിടെ ഉണ്ടെന്നും അവരവരുടെ തൊഴിൽ അവരവരുടെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരാണെന്നും അല്ലെങ്കിൽ ഭാവി കേരളത്തെക്കുറിച്ച് അവർക്കും കുറേ സങ്കല്പങ്ങളുണ്ടെന്നും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മുമ്പ് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള യൂത്ത് അല്ലെങ്കിലും ഒരു വലിയ നിരയുണ്ട്. പക്ഷേ അതിനൊപ്പം എത്താൻ നിർഭാഗ്യവശാൽ നമ്മുടെ ഒപ്പോസിഷൻ വിങ്ങിന്, പ്രതിപക്ഷ നിരയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ടേമിൽ പ്രതിപക്ഷ നേതാവ് നേരിട്ട അതേ വിമർശനം ഈ ടേമിലും ഈ പ്രതിപക്ഷ നേതാവ് നേരിടുകയാണ്. കാരണം ഒരു പദവിക്കനുസരിച്ച് ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വികസനത്തെ വികസനമായി തന്നെ കാണുക, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തന്നെ കാണുക. വികസനത്തിലെ വിയോജിപ്പുകളോ ബദലുകളോ ഉണ്ടെങ്കിലാകാം, പക്ഷേ അത് ചെയ്യാതിരിക്കുകയും ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് തരൂരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ഞാനൊരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു ചർച്ച ഓപ്പൺ ചെയ്യേണ്ട ആൾ അദ്ദേഹമായിരുന്നു. അതായത് സ്റ്റേറ്റിന് ഈ വലിയ നേട്ടം ഉണ്ടായി, അത് സംബന്ധിച്ച് സർക്കാർ അത് വിശദീകരിക്കുന്നു, അതിൻ്റെ കണക്കുകൾ, ഡാറ്റാസ് നമ്മുടെ മുമ്പിലുണ്ട്, കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെതാണ്. മറ്റേതൊരു ഗ്ലോബൽ എക്കോസിസ്റ്റത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ മികവ് പറഞ്ഞത് ആഗോള തലത്തിലാണ്. അപ്പോൾ ഇതിൽ അമേരിക്കൻ ഏജൻസി ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള ബദൽ അഭിപ്രായങ്ങളോ പറഞ്ഞതിൽ പിശകുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിലോ ആ ചർച്ച യഥാർത്ഥത്തിൽ ഓപ്പൺ ചെയ്യേണ്ടിയിരുന്നത് ആ പാർട്ടിയിൽ നിന്നും പ്രതിപക്ഷ നേതാവായിരുന്നു. ആ റോൾ ഏറ്റെടുക്കാതിരിക്കുകയും അതിന് കഴിയാതെ വന്നു എന്നുള്ളതാണ് വസ്തു. അന്ധമായി വിമർശിക്കുന്ന രീതിയിലേക്ക് മാറി. തരൂര് അതിലേക്ക് ടേക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം അവർക്ക് അതിൽ കണ്ടു. അതിൽ കേവല രാഷ്ട്രീയം മാത്രമാണ് കണ്ടത്. കോൺഗ്രസിന് ദോഷം ചെയ്യുന്ന വിധത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ കേരളം മികച്ചതാകുന്നു എന്ന് തരൂർ പറയാമോ? ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. അപ്പോൾ ഏതായാലും വളരെ സങ്കുചിതമായ ഒരു പൊളിറ്റിക്സ് ആണ് അതിനകത്ത് പ്രതിപക്ഷ നേതാവ് കണ്ടത്. അതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ഇൻവെസ്റ്റ് കേരള എന്ന ഗ്ലോബൽ സമ്മിറ്റിൽ കേരളത്തിൻ്റെ ആഗോള നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് ഒട്ടും ചെറുതല്ലാത്ത വലിയ കാര്യം തന്നെയാണ്, വാർത്ത തന്നെയാണ് എന്ന് പ്രത്യേകം. കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ജയന്ത് ചൗധരിയുണ്ട്, പീയൂഷ് ഗോയലുണ്ട്, യുഎയുടെ ധനകാര്യമന്ത്രിയുണ്ട്, നേരത്തെ പറഞ്ഞ ബഹ്റിൻ്റെ, അതെ, അതുപോലെ നിതിൻ ഗഡ്കരി ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. ഓൺലൈനിൽ പങ്കെടുക്കുന്നു. അതെ, CAയുടെ സഞ്ജീവ് പുരി ഉണ്ട്. അതുപോലെ തന്നെ അദാനി പോർട്സിന്റെ MD കരൺ അദാനി, നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാനാണ് MA യൂസഫ് ഉണ്ട്. ഡോക്ടർ രവിപിള്ളയെ പോലെയൊക്കെയുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള വ്യവസായ സംരംഭകരൊക്കെ തന്നെയും എല്ലാവരും എത്തുന്നുണ്ട്. അതുപോലെ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭകരുടെയൊക്കെ ഡെലിഗേഷൻ എത്തുന്നു. 5000 ക്ലോസ് ചെയ്തു എന്നാണ് മുഹമ്മദ് ഇനീഷ് പറഞ്ഞത്. തുടക്കത്തിൽ ഇത് ആദ്യം മന്ത്രി രാജീവ് വാർത്താ സമ്മേളനത്തിലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മളൊരു 3000 പേരെങ്കിലും വിവിധ മേഖലകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വിദേശികളടക്കം കണക്ക് കൂട്ടുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം വിദേശികളുടെ ഒരു നിര തന്നെയുണ്ട്. 2 രാജ്യങ്ങളിൽ നിന്നും മന്ത്രിതല സമിതിയുണ്ട്. ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒട്ടേറെ നിക്ഷേപകരുണ്ട്.
അതിനപ്പുറത്തേക്ക് 3000 എന്നുള്ളത് 5000 എത്തി ക്ലോസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെ വിമർശിച്ചാലും ഈ ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ ഈ രംഗത്തുള്ളവർ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഈ സമ്മിറ്റ് അവസാനിക്കുമ്പോൾ, ഉച്ചകോടി സമാപിക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടായ ഒരു ഔട്ട്കം, ഫലം എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപ ഓഫറുകൾ, വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ട്, എത്രണ്ണം കേരളം സാധാരണ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചകോടിയിൽ ഇത്തരം സംരംഭങ്ങളിൽ ഈ ഓഫറുകളാണ്, പക്ഷേ നാളെ ഇത് പ്രോസസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇവിടെയുണ്ട്. മുമ്പൊക്കെ നടന്ന പല ഓഫറുകളും അവരുടെ ചില മാധ്യമങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതൊന്നും വന്നിട്ടില്ല. ജിമ്മിലൊക്കെ നമുക്ക് പ്രഖ്യാപനത്തിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അതാണ് എമർജിംഗ് കേരള, UDF-ന്റെ കാലത്ത് നടന്ന ജിമ്മിലായാലും എമർജിംഗ് കേരളയിലായാലും പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിചാരിച്ച പോലെ യാതൊരു തരത്തിലുള്ള നടത്തിപ്പ് പേരിന് മാത്രം ചിലത് വന്നു എന്നല്ലാതെ പലതും പേപ്പറുകളിൽ ഒതുങ്ങി എന്നുള്ളതാണ്.